പ്രമേയമാകുന്ന സിനിമകൾക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. വിശ്വാസികളുടെ ചിന്തകൾക്കനുസരിച്ച് അവർ പാലിച്ചു പോകുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ വിപരീതമായ ചലച്ചിത്ര പ്രമേയങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം എതിർപ്പുകളും വിമർശനങ്ങളും സാധാരണയാണ്. ഇപ്പോൾ എൽ എന്ന ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് സമാനമായ കാര്യമാണ്. എതിർപ്പുകൾക്കും അപ്പുറത്ത് സൈബർ ആക്രമണം നേരിടുകയാണ് ಈ ಚಿತ್ರಂ. ಇನ್ಫಾರ್ಮೇಶನ್ ಸರಿ ಇದೆ. ಆ ಗಾಡಿ ಇರೋದು ಉಡುಪಿ ರೋಡ್. ಆ ಗಾಡಿ ಒಳಗಡೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ದಾನೆ. പ്രേക്ഷക സ്വീകാര്യതയോടെ OTTയിൽ റിലീസ് ചെയ്തെങ്കിലും എൽ എന്ന ചിത്രത്തിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം മനോരമ മാക്സിൽ എത്തിയ എൽ എന്ന സിനിമയ്ക്കെതിരെ അതിന്റെ ചിത്രീകരണ സമയത്ത് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രാചീന ജൂത സംസ്കാരത്തിന്റെയും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെയും ഒക്കെ മിത്തുകളെ പുനരാവിഷ്കരിക്കുന്ന ചിത്രമാണ് എൽ. എന്നാൽ അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് വാദവുമായി എത്തിയിരിക്കുകയാണ് ചിലർ. കാലഹരണപ്പെട്ട ജൂതമിത്തുകൾ പോസ്റ്റ് മോഡേൺ കാലത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം നിഗൂഢമാണെന്ന ആരോപണമുണ്ട്. ജൂത ബൈബിളായ ടോറയിലെ ചില സൂചനകളും ഉപകഥകളുമൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ജൂതമത ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചു പറയുന്നത് കൊണ്ടാണ് അതൊരു പ്രൊപ്പഗാൻഡ സിനിമയെന്ന് വിമർശിക്കപ്പെടുന്നത്. എൽ എന്ന സിനിമ പ്രേക്ഷകർ തള്ളിക്കളയണമെന്ന് വരെ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നു ഇപ്പോൾ. ചിത്രം അവസാനിക്കുന്നത് പോലും നിഗൂഢമായ മറ്റൊരു കഥയിലേക്ക് വിരൽ ചൂണ്ടിയാണെന്നും ആക്ഷേപമുണ്ട്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും മതവിശ്വാസികളെ മുറിവേൽപ്പിക്കുകയും ബൈബിൾ പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജൂത ബൈബിൾ ഉദ്ധരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സിനിമയുടെ പ്രദർശന അനുമതി തടയണമെന്നാണ് സിനിമയെ എതിർക്കുന്നവരുടെ ആവശ്യം. എന്നാൽ സിനിമ നല്ല രീതിയിൽ പ്രദർശനം നടക്കുന്നതിന് എതിരെയുള്ള ചിലരുടെ അസംതൃപ്തിയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങളെന്ന് ചിത്രത്തിന്റെ രചയിതാക്കളായ ഷോജി സെബാസ്റ്റ്യനും ഷെല്ലി ജോയും ചൂണ്ടിക്കാട്ടുന്നു. മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാത്തത് തങ്ങളുടെ സിനിമയുടെ പരിമിതിയല്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നു. എൽ എന്ന സിനിമ ഒരു കലാസൃഷ്ടിയാണ്. അത് ഒരിക്കലും ഒരു സമൂഹത്തെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. സിനിമയായി കാണാനുള്ള മനോഭാവമാണ് പ്രേക്ഷകർക്ക് ഉണ്ടാകേണ്ടതെന്നും സംവിധായകനായ ഷോജി സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെടുന്നു. മറ്റ് തരത്തിലുള്ള ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സിനിമ കാണാൻ എല്ലാ പ്രേക്ഷകരും തയ്യാറാകണമെന്നും സംവിധായകൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസമിത്തും യാഥാർത്ഥ്യങ്ങളും കെട്ടുപിണഞ്ഞു പോകുന്നതാണ് ഈ ത്രില്ലർ മൂവിയുടെ പ്രമേയം. പോപ്പ് മീഡിയയുടെ ബാനറിൽ ഷോജി സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എൽ. ക്രൈസ്തവ മിത്തുകളിലൂടെ ചിത്രം സഞ്ചരിക്കുമ്പോഴും സമീപകാല സംഭവങ്ങളെയും ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഷോജി സെബാസ്റ്റ്യനും ഷെല്ലി ജോയും ചേർന്നാണ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത്. ഇടുക്കി, ഗോവ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. അമൃത മേനോനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ പ്രഗത്ഭരായ സംഗീതജ്ഞരോടൊപ്പം പ്രവർത്തിച്ച സംഗീത സംവിധായകനായ ബ്ലെസൻ തോമസ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനായി നിന്നുകൊണ്ട് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്ന സിനിമയാണ് എൽ.